ദിയ കൃഷ്ണയുടെ 69 ലക്ഷം പോയപ്പോ ഞങ്ങൾ അന്ന് പറഞ്ഞതാ ഇത് ഈ പിള്ളേരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അന്ന് ഈ പോലീസുകാർ മര്യാദയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഇവരെ കാണാതാവോ? ഈ മൂക്കിന്റെ തുമ്പത്ത് ഇരിക്കുന്ന സാധനത്തിന്റെ മൂക്കിന്റെ അവിടെ തന്നെ തടഞ്ഞു കളഞ്ഞാൽ പോരെ? ഈ പുറകെ കൂടെ തപ്പി വേറെ വല്ലയിടത്തും തപ്പിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ അത് ക്രൈംബ്രാഞ്ചിനും പോയിട്ടുണ്ട്. ഇനി ഇവരെ തപ്പിയെടുക്കാനായിട്ട് പോലീസിനെ അടുത്ത ദിവസം പറയും വല വീശി കോരുവല ഇട്ടു പാടത്തിറക്കണം മീനാ. ഫുൾ തെളിവുകളും നമ്മുടെ ദിയാകൃഷ്ണ കൊടുത്തതാണ്. അതല്ലേ പറയണേ. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കിട്ടിയ സമയത്ത് തന്നെ ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സും ഇവരെ പിടിച്ചെടുത്ത് 2 കുടയിൽ ഉടഞ്ഞ ഇവര് പ്രൊഫഷണലൊന്നും അല്ലല്ലോ. അല്ല കറക്റ്റ് തെളിവ് ഇവര് കൊടുത്താണ്. ദിയാകൃഷ്ണ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഇനി പോലീസുകാർക്ക് എത്ര കിട്ടിയാ പോയി 69 ദൈവത്തിന് അറിയാം. പക്ഷെ എല്ലാ പോലീസുകാരും അല്ല കേട്ടോ. ഇനിയിപ്പോ ക്രൈംബ്രാഞ്ച് നാണമുണ്ടോ മറ്റേ പോലീസുകാരെ ഇതൊക്കെ നടത്താനായിട്ട്? ഇനിയിപ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ഫുൾ തെളിഞ്ഞു. അല്ലെന്ന് ഇവര് പിന്നെ എന്തിനാ ഇരിക്കണേ അവിടെ? പാവപ്പെട്ടവൻ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ